ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു വിബീസ് ലിറ്റിൽ വേൾഡ്. മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് കർക്കിടകം 3 അല്ലേ. അപ്പോൾ എല്ലാവരും വീട്ടിൽ കർക്കിടക മാസമൊക്കെ നല്ല രീതിയിൽ ആഘോഷിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ ആഘോഷങ്ങളുടെ ഒന്നും മാസമല്ല എന്ന് എനിക്കറിയാം. മിഥുന മാസം കഴിഞ്ഞ് മിഥുനം കഴിഞ്ഞാൽ വ്യസനം തീർന്നു എന്നാണ് പറയുക അല്ലേ. അപ്പോൾ മിഥുന മാസം കഴിഞ്ഞുള്ള കർക്കിടകം ആചാരാനുഷ്ഠാനങ്ങളുടെയൊക്കെ ഒരു മാസം. ഈ മാസത്തിലാണ് നമ്മൾ മരുന്ന് കഞ്ഞിയും കർക്കിടക്കഞ്ഞി, അതായത് ഔഷധക്കഞ്ഞി, അതേപോലെ തന്നെ എണ്ണ തേച്ച് കുളിക്കുന്നതും ആരോഗ്യ സംരക്ഷണത്തിനും ക്ഷേത്ര ദർശനത്തിനൊക്കെ എല്ലാം നമ്മളെ പൊതുവെ ഹിന്ദുസ് ക്ഷേത്ര ദർശനം നടത്താറുണ്ടെങ്കിലും കർക്കിടക മാസം ദൈവങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ടുള്ളൊരു മാസം തന്നെയാണ്. നമ്മളുടെ വീടൊക്കെ വൃത്തിയാക്കി, അതായത് സംക്രാന്തിക്കാണ് സാധാരണ വീട് നമ്മൾ മുഴുവനും പരിസരം മുഴുവൻ വൃത്തിയാക്കിയിട്ട് ശീവോതിയൊക്കെ വെക്കും അല്ലേ. എത്ര പേര് വീട്ടിൽ ശീവോതിയൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറയണം കേട്ടോ. എനിക്ക് ഈ ശീവോതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ കേട്ടോ. ശീവോതി ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് കണ്ടിട്ടില്ല, അമ്മയൊന്നും വെച്ച് കണ്ടിട്ടില്ല. അച്ചമ്മ പക്ഷേ വീടൊക്കെ പണ്ട് തറവാട്ടിൽ അച്ചമ്മ വീടൊക്കെ പരിസരം അവരൊക്കെ എന്ത് ചെറിയ വലിയ ആഘോഷമൊക്കെ അതിഗംഭീരമാണ്. തറവാട്ടിൽ കുറേ വയലുകളും ഒരു പാടം മുഴുവനുണ്ട്, കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പറയണ്ടല്ലോ, അന്നത്തെ കാലത്ത് ഒരു നല്ലൊരു പേര് കേട്ട തറവാടൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഓരോ കുഞ്ഞു കുഞ്ഞു ദിവസങ്ങളും ഇപ്പോൾ ഈ തിരുവാതിര, കർക്കിടകം, തിരുവോണം ഒക്കെ ആഘോഷങ്ങളാണ്. അപ്പോഴാണ് ഈ കുടുംബക്കാരൊക്കെ ഒത്തുകൂടുക. അച്ചമ്മയ്ക്ക് 10-11 മക്കളാണ്. അപ്പോൾ മക്കളുടെ ഭാര്യമാരും പേരക്കുട്ടികളൊക്കെ ആകുമ്പോൾ ഒരു ഉത്സവം തന്നെയായിരുന്നു. വല്ലാതെ പറയുമ്പോൾ തന്നെ ഞാൻ ആ ഒരു ദിവസങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഈ വീടും പരിസരവും മുഴുവനായിട്ടൊക്കെ വൃത്തിയാക്കി ചേട്ട ഭഗവതിയെ പുറത്താക്കി ശ്രീ ഭഗവതിയെ അകത്തേക്ക് നമ്മൾ വീട്ടിൽ പ്രതിഷ്ഠിക്കുന്ന ഒരു ആചാരാനുഷ്ഠാനമാണ് അതൊക്കെ ഭയങ്കര ഭംഗിയും വ്രതശുദ്ധിയോട് കൂടിയിട്ട് ദിവസവും നമ്മൾ വിളക്ക് വെക്കണം. ദശപുഷ്പങ്ങളും അതേപോലെ തന്നെ ദേവീ സങ്കല്പമായിട്ട് അലക്കിയ മുണ്ട്, വാൽക്കണ്ണാടി, ചാന്ത്, കുങ്കുമം ഒക്കെ വെച്ചിട്ടുള്ളൊരു ദേവീ സങ്കല്പം വെച്ചിട്ടുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ പഴയ ആചാരങ്ങളൊക്കെ. അതിലൊരുപാട് അർത്ഥങ്ങളും ഭംഗിയും കുറേ നന്മകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മനസ്സിലാക്കാൻ കുറേ പ്രായം മുന്നോട്ട് വരേണ്ടി വന്നു. പക്ഷേ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തായാലും ഞാനൊരു സെക്കൻഡ് എൻ്റെ അച്ചമ്മയെ ഓർത്ത് പോയി. എനിക്ക് 9-10 വയസ്സുള്ളപ്പോൾ അച്ചമ്മ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി. അപ്പോൾ അതിന് ശേഷം പിന്നെ ന്യൂക്ലിയർ ഫാമിലീസായി. അങ്ങനെ ആരും പിന്നെ ഓരോ ചെറിയ ആഘോഷങ്ങൾക്കും അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ വന്നാൽ മതി എല്ലാവരും വരും, വീട്ടിലൊന്നുകൂടും. പിന്നെ അച്ചമ്മ മരിച്ചതിന് ശേഷം അങ്ങനെ പിന്നെ ആരും വരാതെയായി. പിന്നെ പതുക്കെ ന്യൂക്ലിയർ ഫാമിലിയായി. പിന്നത്തെ കാര്യങ്ങളൊക്കെ കണക്കാണ്. അപ്പോൾ അതാണ് എൻ്റെ കർക്കിടക മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമായണ മാസം, രാമായണ പാരായണം, അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഗ്രന്ഥങ്ങൾ, ദേവി മഹാത്മ്യം, മഹാഭാരതം, ഇഷ്ടമുള്ള ഗ്രന്ഥങ്ങൾ വായിക്കാം. ഒപ്പം നമ്മൾ രാമായണം ബുക്കൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കും അല്ലേ. എൻ്റെ രാമായണ മാസം എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. ശിവോതിയൊന്നും ഞാൻ വെക്കാറില്ല കേട്ടോ. കാരണം അതൊക്കെ പണ്ട് അച്ചമ്മയുടെ കാലത്ത് വെച്ചിട്ടുള്ളതാണ്. അമ്മ അത് വെച്ച് കണ്ടിട്ടില്ല. പിന്നെ അതേക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള അറിവില്ലാത്തൊരു കാരണം കൊണ്ട് നമ്മളത് വെച്ചിട്ടും കാര്യമില്ല. പറഞ്ഞു തരാനും എനിക്കറിയില്ല. എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ശിവോതിനെ കുറിച്ചിട്ട്. അപ്പോൾ അതേക്കുറിച്ചുള്ള വലിയൊരു അറിവ് എനിക്കില്ലാത്ത കാരണം കൊണ്ട് ഞാൻ അതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്കറിയുമെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ. ദൈവം അനുഗ്രഹിച്ച് അടുത്ത വർഷമൊക്കെ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനൊക്കെ. അപ്പോൾ ചിലപ്പോൾ പിന്നെ ശിവോതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കർക്കിടകം 1 തൊട്ടിട്ടാണ് വെക്കുക. സംക്രാന്തിക്ക്, അതായത് മിഥുന അവസാന ദിവസം നമ്മൾ വീട് മുഴുവനും വൃത്തിയാക്കിയിട്ട് അന്ന് വൈകിട്ട് തന്നെ നമ്മൾ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി കർക്കിടകം 1 മുതൽ നമ്മൾ വിളക്ക് വെക്കണം. കർക്കിടകം മുഴുവനായിട്ട് നമ്മൾ പിന്നെ വിളക്ക് വെക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇന്നിപ്പോൾ 3 ആയില്ലേ, കർക്കിടകം 3 ആയില്ലേ. അപ്പോൾ അടുത്ത വർഷം നിങ്ങൾ പറഞ്ഞു തരൂ, ഞാൻ കൂടുതൽ പഠിക്കട്ടെ, നോക്കാം തീർച്ചയായിട്ടും. കാരണം എനിക്കിതിനോടൊക്കെ കൂടുതൽ താല്പര്യം. നമ്മളാരും ഒന്നിലും എക്സ്പേർട്ടല്ല. ഓരോ ദിവസവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ ഇതേക്കുറിച്ച് അറിയാത്ത കുറേ പേരുണ്ടായിരിക്കും നമ്മുടെ വീഡിയോസ് കാണുന്നവർ. അപ്പോൾ അവർക്കൊരു പ്രയോജനമാവട്ടെ. അറിയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു തരൂ കേട്ടോ.
4 വർഷം മുമ്പുള്ള എൻ്റെ ഒരു കർക്കിടകത്തെക്കുറിച്ച് ഞാൻ പറയാം. എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ട്. ഞാനൊരു സംസാര പ്രിയയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കോമ്പയറിങ് ചൂസ് ചെയ്തത്. എന്തായാലും ഞാൻ ഈ ഒരു സ്റ്റോറി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. 4 വർഷമുള്ള മുമ്പുള്ള കർക്കിടകം, ഞാൻ ശ്രീരാമനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ്. നിറമാസ ഗർഭിണിയാണ്. അപ്പോൾ ഡേറ്റ് അടുത്തിട്ടില്ല, എനിക്ക് 1.5 മാസം സമയമുണ്ട്. വളരെ യാദൃശ്ചികമായിട്ടാണ് എന്താ പറയുക, ശ്രീരാമൻ്റെ കഥയില്ലേ വിഷ്വൽ മീഡിയയിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്കൊരു സീൻ എന്തോ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ശ്രീരാമൻ്റെ സ്റ്റോറീസ്. പക്ഷേ ഈ ഒരു സീൻ കണ്ടപ്പോൾ, ഏതോ ഹിന്ദി ഡ്രാമയാണ്, പക്ഷേ അത് മലയാളത്തിൽ കാണാനിടയായി. അതിനുശേഷം ആ ഒരു സീരിയൽ മുഴുവനായിട്ട് ഇരുന്ന് കണ്ടു. നമ്മൾ കഥകളിലൂടെ കേൾക്കുന്നതിനേക്കാൾ ഇത് വിഷ്വലി കാണുമ്പോൾ നമ്മൾ ആ ഒരു നിമിഷങ്ങളിലൂടെ നമ്മളും പോകുന്നത് പോലെ തോന്നും. അപ്പോൾ അങ്ങനെ ശ്രീരാമൻ എങ്ങ് തിരിഞ്ഞാലും ബുദ്ധിയിലും, നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും, കാരണം ദിവസവും ഇതന്നെയാണ്. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അധികം ജോലികളൊന്നും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഫുൾ ടൈം ഓൾമോസ്റ്റ് റെസ്റ്റിലായിരുന്നു. ഇത് കാണുന്നതാണ് ജോലി. അപ്പോൾ അതുകൊണ്ട് എങ്ങ് തിരിഞ്ഞാലും ശ്രീരാമൻ ഒരു നല്ലൊരു മകനായി അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റീസ്. കുറച്ച് സാഡ് പാർട്ടുണ്ട്, ഞാൻ അതേക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നിരുന്നാലും എന്താ പറയുക, അങ്ങനെ എങ്ങ് തിരിഞ്ഞാലും എന്താ പറയുക ശ്രീരാമൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആൺകുഞ്ഞാണ്. നമുക്ക് ഇതറിയില്ലല്ലോ, ജെൻഡർ അറിയില്ലല്ലോ. അപ്പോൾ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ പേരൊന്നും ഓർത്ത് വെച്ചില്ല. ഏത് കുഞ്ഞായാലും സ്നേഹപൂർവ്വം സ്വാഗതം, നമ്മുടെ കുഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റും വെയിറ്റിങ്ങും കാര്യങ്ങളായിരുന്നു. അപ്പോൾ എനിക്ക് ഭഗവാൻ അനുഗ്രഹിച്ച് തന്നിട്ടുള്ളൊരു ആൺകുഞ്ഞ്, സംശയം ഉണ്ടായിരുന്നില്ല. പേരെന്താണെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരുവിധ സംശയം ഉണ്ടായിരുന്നില്ല. അവന് ശ്രീരാമൻ എന്ന് തന്നെ പേരിട്ടു. അങ്ങനെയാണ് എൻ്റെ ശ്രീരാമൻ എന്നുള്ള പേര് വന്നത്. കറക്റ്റ് അതും അവൻ ജൂലൈയിലാണ് അവൻ ജനിച്ചത്. അപ്പോൾ ഈ കർക്കിടക മാസം ഈ ഒരു ടൈം തന്നെയാണ് എന്താ പറയുക. അപ്പം അങ്ങനെ കേട്ടോ, അതെനിക്കെന്തോ നിങ്ങളുമായിട്ട് ഈ ഒരു സമയത്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതാണ് എൻ്റെ 4 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കർക്കിടക മാസത്തിൽ സംഭവിച്ചിട്ടുള്ളൊരു സംഭവ ബഹുലമായിട്ടുള്ള ഒരു കാര്യമാണ്. വേറെ എന്താ, നിങ്ങളുടെ കർക്കിടകമൊക്കെ എങ്ങനെയാണ്? എന്തൊക്കെയാണ് ഈ കർക്കിടകത്തിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്? ഈ സമയത്ത് മരുന്ന് കഞ്ഞി, കർക്കിടക കഞ്ഞിയൊക്കെ കുടിക്കുന്നതും അതേപോലെ തന്നെ എണ്ണ തേച്ച് കുളിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. ഈ മാസത്തിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടി, നമുക്ക് വേണ്ടിയിട്ട് ആരോഗ്യകരമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഈ മാസത്തിലാണ് ചെയ്യുന്നത്. നല്ല ശുദ്ധമായിട്ടുള്ള മനസ്സിനെ, ആരോഗ്യകരമായിട്ടുള്ളൊരു ശരീരത്തിനെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരുങ്ങാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു സമയം കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി കർക്കിടകം ആശംസകൾ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ.